ഹലോ ഗായ്സ്, ഞാൻ അബ്ദുൽ ഗഫൂർ വളാഞ്ചേരി. ഞാനിപ്പോൾ വളാഞ്ചേരിയിലല്ല, ഡൽഹിയിലാണ് ഉള്ളത്. 2 ദിവസം മുന്നേ ഞാൻ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഡൽഹിയിൽ വണ്ടികൾക്ക് വൻ വില കുറവാണ്. ഞാനത് അന്വേഷിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. എല്ലാ അപ്ഡേറ്റും ഞാൻ തരാം. സോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് വിവരങ്ങൾ അറിയണമെങ്കിൽ എന്നെ ഫോളോ ചെയ്ത് കൂടിക്കോളി. ഓക്കെ, 2 ദിവസമായിട്ട് ഞാനിപ്പോഴും ഡൽഹിയിലുള്ളത്. 2 ദിവസമായിട്ട് ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു. സോ ഡൽഹിയിൽ വണ്ടികൾക്ക് വൻ വില കുറവാണ്. ഓക്കെ, വെറുതെ ചപ്പ് ചവറ് പോലെയാണ്, ഇരുമ്പ് വിലക്ക് വണ്ടി കിട്ടുന്നുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയാം, നിങ്ങളെൻ്റെ കൂടിക്കോളി. ഓക്കെ, ഇപ്പോൾ ഡൽഹിൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 വണ്ടി 8.25 ലക്ഷം റുപ്യക്ക്, 2018 ക്രിസ്റ്റ. ഓക്കെ, 8.25. നമ്മുടെ നാട്ടിൽ ഇതിന് ചുരുങ്ങിയത് 18-20 കൊടുക്കണം. ആ വണ്ടി ഇവിടെ 8.25 ലക്ഷം റുപ്യക്ക് ഉണ്ട്. ഇത് തമാശ പറയില്ല കേട്ടോ, സീരിയസ് ആയിട്ടാണ്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ എല്ലാ കോൺടാക്റ്റും ഡീറ്റെയിൽസും തരാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, വണ്ടിക്ക് വില കുറവാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഓടിച്ചാടി ഇങ്ങോട്ട് വരണ്ട. തമ്പനിയിൽ പറഞ്ഞ പോലെ തന്നെ വണ്ടിക്ക് വില കുറവാണ്. അത് നമ്മളെ നാട്ടിലും ഉണ്ട് വില കുറഞ്ഞ വണ്ടികൾ. അങ്ങനത്തെ വണ്ടി ഇവിടെ ഉള്ളൂ. ഞാനിപ്പോൾ 2 ദിവസമായിട്ട് ഫുൾ മാർക്കറ്റ് പാഞ്ഞുകൊണ്ടിരുന്ന് പഠിച്ചു, ശരിക്കും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി. ഞാനിപ്പോൾ ഈ പറഞ്ഞ 2018 8.25 കിട്ടാനുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ അത് തട്ടിയ വണ്ടിയാണ്. ബോണറ്റ് റീപ്ലേസ്മെൻ്റ് ആണ്, ഡിക്കി റീപ്ലേസ്മെൻ്റ് ആണ്, ഗ്ലാസ് ഓൺലി റീപ്ലേസ്മെൻ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, അത് നമുക്ക് അഫോർഡബിൾ ആണ്. കാരണം ഇവിടുത്തെ കാലാവസ്ഥ കാരണം ഇവിടെ ഗ്ലാസ്സുകൾ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡിക്കും പിന്നെ ബോണറ്റൊക്കെ റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? തട്ടിയ വണ്ടിയാണ്. തട്ടിയ വണ്ടി നമ്മളെ കേരളത്തിൽ കിട്ടൂല വില കുറവിൽ. അതെടുക്കാൻ ഇങ്ങോട്ട് വരണം. ഞാൻ ശരിക്കും 3 ദിവസം അതിനായിട്ട് നടന്നു, ഒരുപാട് ഏജൻറ്റുമാരെ പിടിച്ചു. പിന്നെ നമ്മളെ മലയാളികൾ കുറച്ച് ആൾക്കാരുണ്ട്, അവരും അത് സമീപിച്ചു. എല്ലാവരും പോയി കണ്ടു. അതിൻ്റെയൊക്കെ ശരിക്കും എന്താ പറയുക, വാല്യൂ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. ഇവിടെ 2016-17 വണ്ടി കിട്ടണമെങ്കിലും ക്രിസ്റ്റ കിട്ടണമെങ്കിൽ 10ൻ്റെ മേലേക്ക് കൊടുക്കണം. ഒരു 2016 ക്രിസ്റ്റ 1 ലക്ഷത്തിൻ്റെ മേലെ ഓടിയത്, സെക്കൻഡ് ഓണർ, തേർഡ് ഓണർ ആ ലെവൽ കാണുന്നുണ്ടെങ്കിൽ ഒരു 10-10.5 കൊടുക്കണം. അതന്നെ 2016 സിംഗിൾ ഓണർ 1 ലക്ഷത്തിന് താഴെ റണ്ണിങ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് 11ൻ്റെ മേലേക്കും പോകും. ഇവിടുന്ന് ഈ സാധനം എടുത്ത് ഡ്രൈവ് ചെയ്ത് നിങ്ങൾക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 30-35 റുപ്യ ചിലവുണ്ട്. അതുകൂടാതെ അവിടെ പോയി നമ്പർ ആക്കണമെങ്കിൽ 1.5-2 റുപ്യയുടെ ഉള്ളിൽ ആ ചിലവുണ്ട്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തട്ടിമാറ്റി പോയിക്കോളിയും. ആവശ്യക്കാർ കണ്ട് മനസ്സിലാക്കുക. ഡൽഹി പോയിട്ട് വണ്ടി എടുക്കണം, വണ്ടി കച്ചവടം തുടങ്ങണം, അതൊന്നും നടക്കില്ല. നിങ്ങൾക്ക് ഉപയോഗിക്കാനൊരു വണ്ടി വേണമെങ്കിൽ ഈസിയാണ്. നമുക്കൊരു ക്രിസ്റ്റ വേണം. നാട്ടിൽ മേടിക്കുകയാണെങ്കിൽ 2017 വണ്ടി നാട്ടിൽ മേടിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് 18 ലക്ഷം വേണം. ആ സാധനം നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു 11.5-12 കിട്ടും. ഇത് നമ്പറാക്കി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വരുമ്പോൾ ഒരു 14 ലക്ഷത്തിൽ നിങ്ങൾക്ക് അതിങ്ങനെ റണ്ണിങ് ചെയ്യാം. ലാഭം കിട്ടിയാൽ നിങ്ങൾക്ക് വിൽക്കാം. ഈ 2017 നാട്ടിൽ 18 ലക്ഷം റുപ്യ കിട്ടുമ്പോൾ ഈ നമ്പറായ വണ്ടി ആരും 18 ലക്ഷം റുപ്യക്ക് മേടിക്കില്ല. അതൊരു 16, 15, 15.5 ഈ റേഞ്ചിനെ പോവുള്ളൂ. നമുക്ക് ചിലവ് 14 വന്നിട്ടുണ്ടാവും. ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിൽക്കാനാണെങ്കിൽ ഓക്കെ. അല്ലാത്ത രീതിയിൽ ഇവിടെ വണ്ടി വില കുറച്ച് കിട്ടുന്നിട്ട് ആരും പാഞ്ഞു പിടിച്ച് വരണ്ട. ഞാൻ അപ്പോൾ നിങ്ങൾ പറയും, അപ്പോൾ ഗഫൂർ ഭായി എന്തിനാണ് പോയതെന്നുള്ളത്. ഞാൻ വണ്ടി എടുക്കാൻ വന്നതല്ല. ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ ആദ്യം പറയുന്നത് എനിക്ക് സൂറത്തിൽ പോകണം. ഞാൻ എൻ്റെ ഷോപ്പിലേക്ക് പർച്ചേസിങ്ങിന് പോകുന്നതാണ്. ആ പോകുന്ന രീതിക്ക് ഞാൻ ഇതിനെക്കാട്ടി വണ്ടി കച്ചവടം ഞാൻ ചെയ്ത വ്യക്തിയാണ്. 10 കൊല്ലം മുന്നേ എനിക്ക് വണ്ടി ഫീൽഡായിരുന്നു. സോ അതൊന്ന് പൊടി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷേ ഇല്ല കേട്ടോ, ആ ഒരു മാർജിൻ ഇല്ല. ഇവിടുന്ന് ഒരു ഉപയോഗിക്കാൻ ഒരു വണ്ടി വേണമെങ്കിൽ ഗൾഫിൽ നിന്ന് വരുന്നവർക്കോ അതല്ലെങ്കിൽ വേണ്ടെങ്കിൽ അങ്ങനത്തെ ടീമിനൊക്കെ ഉപയോഗിക്കാൻ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ അത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് വില കുറവിൽ കിട്ടും. 1-2 ലക്ഷം നാട്ടിലത്തെക്കാട്ടും 1-2 ലക്ഷം കുറവിൽ ഇവിടുന്ന് നിങ്ങൾ കൊണ്ടുപോയി കേരള നമ്പറാക്കി കൊണ്ടടക്കാം. അത് നിങ്ങൾക്ക് ചെറിയൊരു ലാഭത്തിന് വേണമെങ്കിൽ വിൽക്കാനും പറ്റും. അല്ലാതെ മറ്റു പല വീഡിയോയിലും പറഞ്ഞ പോലെ ഇവിടെ 3 ലക്ഷത്തിനോ 5 ലക്ഷത്തിനൊന്നും വണ്ടിയില്ല മക്കളെ. ഞാൻ ഫുള്ളും നടന്നിട്ട് 2-3 ദിവസം അതിൻ്റെ പിന്നിൽ തന്നെയായിരുന്നു. കിട്ടിയാൽ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു. കിട്ടാനില്ല, പിന്നെ കിട്ടാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 2016 ചോട്ടിക്ക് നമ്മൾ അന്വേഷിക്കുന്നത് വേണ്ട. കാരണം അത് സ്ക്രാപ്ഡാണ്. കാരണം അതൊക്കെ ഇവിടുന്ന് RC NOC ഒന്നും കിട്ടില്ല. DL കേട്ടോ, അതന്നെ വേറെ ഇതിലൊക്കെ ആണെങ്കിൽ RC കിട്ടും. ഇപ്പോൾ ചണ്ഡീഗഡ് ഒരു വണ്ടി കിടക്കുന്നുണ്ട് 2014, അതിൻ്റെയൊക്കെ നമുക്ക് NOC കിട്ടും. പക്ഷേ DL വണ്ടിക്ക് NOC ഇല്ല. DL വണ്ടിയാണ് ആൾക്കാർ ഇത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതും. സോ എൻ്റെ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. മനസ്സിലായില്ലേ? അല്ലാതെ ഇവിടെ വില കുറവുണ്ട് ഓടിപ്പോയിട്ട് 2 വണ്ടി മേടിക്കാം ഇല്ല.
പിന്നെ ഇവിടെ നല്ല നല്ല ഏജൻറ്റുമാരുണ്ട്. ഇപ്പം ഞാൻ മലബാർ കുറേ മലയാളികളുണ്ട്, കുറേ ഹിന്ദിക്കാരുണ്ട്. ഒരുവിധം 10-15 ഏജൻറ്റ് അങ്ങനത്തെ, അതായത് ഓഫീസും വെച്ച് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ സമീപിച്ചു. അതുകൂടാതെ ഇവിടെ ബ്രോക്കർമാരുണ്ട്, പാർട്ടികളെ വീട്ടിൽ കൊണ്ട് കാണിച്ചു കൊടുക്കുന്ന ബ്രോക്കർമാർ, അവരായിട്ടും ഞാൻ നടന്നു. ഒക്കെ ആ ഒരു റേഞ്ച്. നമ്മൾ പൊതുവേ പണ്ട് എന്തായിരുന്നു, ഇവിടുന്ന് ബോംബെ വണ്ടി, ഡൽഹി വണ്ടി, അതർ സ്റ്റേറ്റ് വണ്ടി കേരളത്തിൽ ഇന്ന് തുടങ്ങിയതൊന്നുമല്ലല്ലോ. ഇതൊക്കെ എത്രയോ കാലം മുന്നേ, ഞാൻ 15 വർഷം 20 വർഷം മുന്നേ ചെയ്തിരുന്നതാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ എന്നെ അറിയുന്നവർക്ക് അത് അറിയും ചെയ്യാം. ആ ഒരു മാർജിനൊക്കെ എപ്പോഴും ഉണ്ട്. അല്ലാതെ ഇവിടെ ഒന്നും വെറുതെ ആരും കൊടുക്കുന്നില്ല. അത് വിചാരിച്ചിട്ട് ആരും കയറി വരണ്ട. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.